ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ധാരണകളിലും കാഴ്ചപ്പാടുകളിലും മുറുകെ പിടിക്കുന്നവർ ആളുകളെ വ്രണപ്പെടുത്തുന്ന ലോകത്തിൽ അലഞ്ഞു നടക്കുന്നു. ബുദ്ധൻ. വിവർത്തനം: കാഴ്ചപ്പാടുകളോടും നിലപാടുകളോടും മുറുകെ പിടിച്ചു നടക്കുന്നവർ ലോകം മുഴുവൻ അലഞ്ഞുതിരിഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു. രൂപകവൽക്കരണം: കാഴ്ചപ്പാടുകളും നിലപാടുകളും ഇടുങ്ങിയതും മാറ്റമില്ലാത്തതുമായ പാതകൾ പോലെയാണ്. ഈ പാതകളിൽ മുറുകെ പിടിച്ചു നടക്കുന്നവർ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന മറ്റുള്ളവരെ ഇടിക്കാനും വ്രണപ്പെടുത്താനും സാധ്യതയുണ്ട്. ലോകം ധാരാളം വ്യത്യസ്ത വീക്ഷണങ്ങളും അനുഭവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ സ്ഥലമാണ്. അതിനാൽ തുറന്ന മനസ്സോടെയും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ഒരുക്കത്തോടെയും സഞ്ചരിക്കേണ്ടത് പ്രധാനമാണ്. പ്രചോദന സന്ദേശങ്ങൾ: നിങ്ങളുടെ മനസ്സിനെ തുറന്നിടുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, നിങ്ങളുടെ വീക്ഷണങ്ങൾ വികസിപ്പിക്കുക. മറ്റുള്ളവരുടെ അനുഭവങ്ങളെയും വീക്ഷണങ്ങളെയും മാനിക്കുക, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സഹാനുഭൂതിയും വിവേചനശേഷിയും വളർത്തുക, അത് നിങ്ങളെ മറ്റുള്ളവരുമായി ഇടപഴകാനും ബന്ധം സ്ഥാപിക്കാനും സഹായിക്കും. നിങ്ങളുടെ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ മടിക്കരുത്, പക്ഷേ മറ്റുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ പറയാനും കേൾക്കാനും തയ്യാറാണെന്ന് ഉറപ്പുവരുത്തുക. കൂടുതൽ പഠിക്കാനും വളരാനും തയ്യാറായിരിക്കുക. ലോകം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു, അതിനൊപ്പം നിങ്ങളും മാറണം. കഥകളും ഉപമകളും: ഒരു മരത്തിന്റെ വേരുകൾ മണ്ണിൽ ആഴത്തിൽ പടർന്നിരിക്കുന്നതുപോലെ നമ്മുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും നമ്മുടെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനമാണ്. എന്നാൽ വേരുകൾ പോലെ തന്നെ അവയും വഴക്കമുള്ളവയും നിരന്തരം വളരുന്നതുമായിരിക്കണം. നിങ്ങളുടെ അനുഭവങ്ങളും പുതിയ വിവരങ്ങളും ഉൾക്കൊള്ളാൻ അവ തയ്യാറാവണം. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഇടിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളെപ്പോലെയാണ്. പ്രകൃതിയിലെന്നപോലെ വ്യത്യസ്ത വീക്ഷണങ്ങൾ സംഘർഷമുണ്ടാക്കുന്നില്ല, മറിച്ച് ഒരു സമ്പന്നവും കൂടുതൽ മനോഹരവുമായ ലോകം സൃഷ്ടിക്കുന്നു. ചരിത്ര പരാമർശങ്ങൾ: മഹാത്മാഗാന്ധി സത്യം അഹിംസയിലൂടെ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവന്നത് വ്യത്യസ്ത കാഴ്ചപ്പാടുകളോടും നിലപാടുകളോടും മാനുഷികമായി സമീപിച്ചതിന്റെ ഉദാഹരണമാണ്. നെൽസൺ മണ്ടേല വംശീയ വിവേചനത്തിനെതിരെ പോരാടിയത് വ്യത്യസ്ത വംശങ്ങളെ മനസ്സിലാക്കാനും അവരുമായി സഹകരിക്കാനും ശ്രമിച്ചതിന്റെ ഫലമായാണ്. പ്രതിഫലന ചോദ്യങ്ങൾ: നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാടുകളിൽ നിങ്ങൾ ദൃഢമായി പറ്റിപ്പിടിച്ചിരിക്കുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ വീക്ഷണങ്ങൾ വികസിപ്പിക്കാനും നിങ്ങൾ തയ്യാറാണോ? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ എങ്ങനെ കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയും? പ്രവർത്തനങ്ങൾ: നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്യാനും അവ എവിടെ നിന്ന് ഉടലെടുത്തുവെന്നും മനസ്സിലാക്കാനും സമയം കണ്ടെത്തുക. നിങ്ങളുടെ സൗഹൃദങ്ങളുമായും കുടുംബാംഗങ്ങളുമായും ചർച്ചകൾ നടത്തുക, അവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വ്യത്യസ്ത വീക്ഷണങ്ങളുമായി ഇടപഴകുന്ന വ്യക്തികളുടെ ജീവിതകഥകൾ വായിക്കുക അല്ലെങ്കിൽ കേൾക്കുക. നിങ്ങളുടെ സമൂഹത്തിലെ വ്യത്യസ്ത ഗ്രൂപ്പുകളെയും അവരുടെ കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കാനും അവരുമായി ബന്ധം സ്ഥാപിക്കാനും ശ്രമിക്കുക. ഇവ നിങ്ങളുടെ വ്യക്തിഗത വളർച്ചയ്ക്കും മറ്റുള്ളവരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും പ്രചോദനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ ഒരു ഗ്രാമത്തിൽ വിജു എന്ന ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. പഴമതലമുറയിൽ നിന്നും കേട്ടുകേട്ട് വളർന്ന കടുത്ത നിലപാടുകളിൽ മുറുകെ പിടിച്ചിരുന്ന വിജു സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയി. അയൽക്കാരോടും സുഹൃത്തുക്കളോടും തന്റെ നിലപാടുകൾ ആവേശത്തോടെ പ്രകടിപ്പിക്കുകയും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ നിരാകരിക്കുകയും ചെയ്തിരുന്നു. ഇത് പലപ്പോഴും വക്കത്തിലും വഴക്കിലും കലാശിച്ചു. ഒരു മഴനനവേ ഗ്രാമത്തിലെ പുരാതന ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിനം ആയിരുന്നു. ആഘോഷങ്ങൾക്കിടയിൽ ദൂരദേശത്ത് നിന്നെത്തിയ സഞ്ചാരിയായ ഗോപാലകൃഷ്ണൻ എന്ന മുത്തച്ഛനെ വിജു കണ്ടുമുട്ടി. വിജു തന്റെ കടുത്ത നിലപാടുകൾ ഗോപാലകൃഷ്ണനോട് വാചാലമായി പറഞ്ഞു. മലയാളത്തിന്റെ മധുരത്തിൽ ചാലിച്ച മന്ദഹാസത്തോടെ ഗോപാലകൃഷ്ണൻ ചോദിച്ചു, "മകനെ, നീ യാത്രകൾ പോയിട്ടുണ്ടോ?" വിജു നിഷേധത്തിൽ തലയാട്ടി. ഗോപാലകൃഷ്ണൻ തുടർന്നു, "കേരളത്തിന്റെ തെക്കേ അറ്റത്തെ തിരയിൽ നീല നിറത്തിൽ ഇരമ്പുന്ന കടൽ കണ്ടിട്ടുണ്ടോ? ഗംഭീര ഹിമാലയത്തിന്റെ മഞ്ഞു പൊതിഞ്ഞ കൊടുമുടികൾ തൊട്ടിട്ടുണ്ടോ? രാജസ്ഥാനിലെ മരുഭൂമികളുടെ ചൂടും ഗംഗയുടെ ശാന്തവും തണുപ്പുള്ള നീരും അനുഭവിച്ചിട്ടുണ്ടോ?" ജു അത്ഭുതത്തോടെ തലയെടുപ്പിച്ചു. ഗോപാലകൃഷ്ണൻ തുടർന്നു, "ഓരോ യാത്രയും നമ്മെ പുതിയ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. വ്യത്യസ്തമായ ആളുകളെ, ജീവിതങ്ങളെ, കാഴ്ചപ്പാടുകളെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. നമ്മൾ പിടിച്ചുവച്ചിരിക്കുന്ന ചെറിയ ലോകം വലിയൊരു വിശ്വത്തിന്റെ ഭാഗം മാത്രമാണെന്ന് തിരിച്ചറിയാൻ യാത്രകൾ സഹായിക്കുന്നു." വിജു ചിന്തയിലാന്നു. അന്നേ ദിവസം മുതൽ വിജു മാറിത്തുടങ്ങി. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങി, വ്യത്യസ്തമായ ആളുകളോട് സംസാരിച്ചു, അവരുടെ കഥകൾ കേട്ടു.
മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കാനും അവരെ ആദരിക്കാനും പഠിച്ചു. വിജുവിന്റെ നിലപാടുകൾ മയവായി, സംവാദങ്ങൾ സൗഹൃദങ്ങളായി മാറി. ഗ്രാമത്തിൽ ചിരി നിറഞ്ഞു, ഒരുമയുടെ പൂക്കൾ വിരിഞ്ഞു. പ്രചോദന സന്ദേശം. വിജുവിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മുറുകെ പിടിച്ചു നിൽക്കുന്നത് ലോകത്തെ പരിമിതമാക്കും, മറ്റുള്ളവരെ വേദനിപ്പിക്കും. നമ്മൾ തുറന്ന മനസ്സോടെ യാത്രകൾ നടത്തുകയും വ്യത്യസ്തമായ ആളുകളെ പരിചയപ്പെടുകയും ചെയ്താൽ ലോകം വിശാലവും മനോഹരവുമായി തോന്നും. യുനിക് ആൻഡ് സിമ്പിൾ സ്ട്രോങ് മോട്ടിവേഷൻ പോയിന്റ്സ്. പാതകളും പുഴകളും പോലെ നമ്മുടെ കാഴ്ചപ്പാടുകളും ഒഴുകിക്കൊണ്ടിരിക്കണം. സ്ഥിരതയില്ല, വളർച്ചയുണ്ട്. മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ല് പറയുന്നു, കാഴ്ച വെളിച്ചം കൊണ്ടുവരും, കേൾവി വിജ്ഞാനം നൽകും. കേൾക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ വ്യത്യസ്തരാണ്, അതാണ് നമ്മുടെ സൗന്ദര്യം. വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഘർഷണം സൃഷ്ടിക്കുന്നില്ല, മറിച്ച് സമൂഹത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും തയ്യാറാവുക. വളർച്ച സ്ഥിരമായ ഒരു പ്രക്രിയയാണ്. യുനിക് പോയിന്റ്സ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ സമന്വയം. കഥയിൽ കേരളത്തിന്റെ പശ്ചാത്തലവും മലയാളത്തിന്റെ സൗന്ദര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യാത്രകളുടെ പ്രാധാന്യം. ഇന്ത്യയുടെ പരമ്പരാഗത വിജ്ഞാനത്തിലും സംസ്കാരത്തിലും യാത്രകൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഈ കഥ വായനക്കാരെ യാത്രകൾ പോകാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പ്രേരിപ്പിക്കുന്നു. ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ. ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ ലളിതവും ഹൃദ്യവുമാണ്. നേരിട്ട് കാഴ്ചകളുടെ അനുഭവം പങ്കുവയ്ക്കുന്നത് വായനക്കാരെ കൂടുതൽ ആകർഷിക്കുന്നു. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.